കൊടുക്കട്ടെ. ബൈബിള് കൊടുക്കട്ടെ. വലത് കാല് വെച്ച് കയറേ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. എന്റെ ജോസ ഒന്ന് കേറി വാ, അമ്മച്ചി മിണ്ടുന്നില്ല, കേറി വാ. അയ്യോ എന്റെ അമ്മച്ചി പോയേ. എന്റെ അമ്മ, അയ്യോ അമ്മേ, അയ്യോ. ഇത് നിന്റെ കരച്ചിൽ കണ്ടാൽ തോന്നുന്നു ആ അമ്മച്ചി ചെറുപ്പക്കാരിയാന്നു. 90 വയസ്സായ അമ്മച്ചിയല്ലേ. ഞാൻ ചെന്ന് കേറിയുണ്ടോ? മരിക്കട്ടെ, അല്ലാതെ നിന്നെ എന്നെ വിളക്ക് കൊടുത്ത് അമ്മച്ചിക്ക് കയറ്റാൻ പറ്റുമോ? ഞാൻ അവളോട് പറയുന്ന അമ്മേ, ചുമ്മാ ഇരുന്ന് മോങ്ങല അവിടെ ഇരുന്ന്. മൂങ്ങിക്കൊണ്ടിരിക്കാതുകൊണ്ട് കയറുവാ. വാ വേണ്ടേ, കയറി വന്നു കഴിക്കുമല്ലോ. കാണിക്കുന്നേ? അയ്യോ, ഇത് മൊത്തം ഇവിടെ നിന്ന് തിന്നുമായിരുന്നോ? നിനക്ക് ഷുഗർ ഉള്ളതല്ലേ മനുഷ്യ? നിനക്ക് വേണം? ഇങ്ങോട്ട്. ഞാൻ അവളോട് കെട്ടിക്കേറി വന്നപ്പോ തന്നെ ഞാൻ പറയുന്നതാ, മധുരമുള്ള ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരരുത്. ഇത്രയും കാണാൻ നല്ല ഐശ്വര്യമുള്ള പെൺകൊച്ചുങ്ങൾ ഈ പ്രദേശത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കുടുംബശ്രീ കൂടിയപ്പോൾ ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത്, സിബിച്ചൻ്റെ പെണ്ണെ പോലെ ഒരു നല്ല പെണ്ണ് ഇവിടെ വന്നിട്ടില്ലെന്ന്. അത് ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങളൊക്കെ ചുറ്റോട്ടം നോക്കാത്തോണ്ടാ. അവരെങ്ങോട്ടാ പോയത്? അത് ഇന്നലെ പപ്പായ്ക്ക് വൈകിട്ട് കാലിനൊരു തരിപ്പ്, അതൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാം. അയ്യോ, ഞാൻ വരാം. എല്ലാം വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യ. എന്റെ അപ്പൻ ആശുപത്രിയില്ല. അവർ രണ്ടും കൂടെ ബില്ലടയ്ക്കാൻ നിൽക്കുക. ഞാൻ ഇങ്ങോട്ട് പോന്നു. 4 ദിവസം കിടന്നപ്പോ എത്ര ബില്ലായി? ഇൻഷുറൻസ് ഇല്ല അതിന്റെ. ഇനിയിപ്പോ എടുക്കേണ്ടി വരും. പയറുമണി പോലെ നടന്ന മനുഷ്യനാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെയായി. നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ടോ? അമ്മ ഇനി ഇതുകൂടെ എന്റെ തലയിൽ ഇടാനായിട്ടാണോ? ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, പപ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോഴേക്കും പ്രഷറുള്ള ആള് ഉപ്പ് കൂട്ടിയേ കഴിക്കത്തുള്ളൂ. ഞാൻ കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് അത് നിർബന്ധ. പിന്നെ ആരും കാണാതെ മധുരമൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ? അമ്മയല്ലേ സൂക്ഷിക്കേണ്ടത്. ഇത്രയും വർഷം അങ്ങനെ തന്നെ ആഹാരം കഴിച്ചത്, എന്നിട്ട് ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. ഇപ്പോഴല്ലേ പ്രശ്നം വന്നത്. എൻ്റെ അമ്മ ഇന്ന് കഴിച്ചാൽ നാളെ അസുഖം വരുന്ന കാര്യം അല്ല പറഞ്ഞത്. നമ്മൾ നേരത്തെ തൊട്ടേ ഇങ്ങനെ പപ്പയുടെ ഒരു ജീവിതശൈലി ഇല്ലേ, സ്ഥിരം ഈ ഭക്ഷണത്തിന്റെ ഇതൊക്കെ കൊണ്ടുണ്ടായതാണ്. അപ്പനെ പഠിപ്പിക്കുന്നോടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റമൊക്കെ. ഇപ്പൊ ഞാനാ കുഴപ്പം. അപ്പൊ പറഞ്ഞ കേൾക്കാത്തോണ്ട് എത്ര രൂപ ഹോസ്പിറ്റൽ ബില്ലായെന്ന് അമ്മയ്ക്ക് അറിയാവോ? എടാ, കൊച്ചിലെ നിനക്കൊക്കെ വയ്യാതെ വരുമ്പോഴേ അങ്ങേരാ നിന്നെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ നിനക്ക് 2 ദിവസം നോക്കിയപ്പോ നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ? അപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ ഈ കുടുംബത്തിൽ ആരും ആശ്രയി കേറിയിട്ടില്ലെന്നല്ലേ? ചേച്ചി നമ്മൾ വിചാരിച്ച ഒരാളല്ല. എടി, ഇനിയിപ്പോ എന്റെ ആധാർ കാർഡ് കൂടെ വേണം. പപ്പയുടെ അമ്മയുടെ കൂടെ തരാൻ പറ. എടിയേ, ആ ആധാർ കാർഡ് എടുത്തേ. ഇപ്പൊ എന്നാത്തിന് ആധാർ കാർഡ്? കുറച്ച് സ്വത്തുക്കൾ ഇവരുടെ കയ്യിലോട്ട് എഴുതാൻ. അതെന്നാ കളിയാ? പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ, സ്വത്തല്ലേ ഇവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കാര്യം നടക്കുന്നത്? അമ്മ സ്വത്ത് എഴുതി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എല്ലാവർക്കും കൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാ. ഇനി എന്നാത്തിന് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്? പപ്പ ആശുപത്രി നീ വന്നില്ലേ? എൻ്റെ അമ്മയെ ഒന്ന് പപ്പ ആശുപത്രി കിടന്നപ്പോൾ തന്നെ കുറേ പൈസ നമുക്കായി. നമുക്കന്ന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് എത്ര രൂപ പോയി. അപ്പം ഇനിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഉപകരിക്കുമല്ലോ. അതിനിപ്പോൾ ഒത്തിരി പൈസയൊക്കെ ആവത്തില്ലേ? അപ്പോൾ ഇപ്പം മാസം 400-500 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. പിന്നെ നമുക്ക് 1 കോടി വരെ കവറേജും കിട്ടും. മാസം 800-1000 രൂപ കൊടുത്താൽ തന്നെ ഫാമിലിക്ക് മൊത്തം കവറേജ് കിട്ടുന്ന പ്ലാനുകളും എടുക്കാം. ഇനി നിങ്ങളുടെ ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളെല്ലാം കമ്പയർ ചെയ്ത് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം.
എടാ എൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് കവറേജ് കിട്ടുമോ? പിന്നെ കിട്ടും പപ്പ. BP, ഡയബറ്റിക്സ്, ആസ്മ, തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് ഒന്നാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളൊക്കെ ഇവിടെയുണ്ട്. ആ അത് നല്ല കാര്യമായല്ലോ. വേറെ എന്നാക്കിയാ വേണ്ടേ? ആധാർ കാർഡ്, പിന്നെ വീട്ടുകാരെ എടി സൂസി, നീ ഇപ്പഴാണോ വരുന്നേ? എനിക്ക് ചായ എടുക്കാം. ആ മധുരം വേണ്ട. അയ്യോ പിള്ളേർ ഇരിക്കെ. ജോസ് ആശുപത്രിയിലാന്ന് കേട്ടപ്പോൾ തൊട്ടേ അങ്ങേർക്ക് അവിടെ ഇരിക്കപ്പുറത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കാന്ന്. ഈ അമ്മച്ചി മരിച്ച പിന്നെ നിങ്ങൾക്ക് വിരുന്നൊന്നും പോകാൻ പറ്റിയില്ലല്ലേ മക്കളെ? ഷോ ഇവ സാരമില്ല, നിങ്ങളെ വിരുന്നും കൂടി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഉണ്ടല്ലോ, വിരുന്ന് പോണതിന് മുമ്പ് എൻ്റെ മോളെ കെട്ടിച്ചേക്കണം അങ്ങ് റാന്നിയിലാണേ. അവിടം വരെ ഒന്ന് പോകണം. അവൾ പ്രത്യേകം പറഞ്ഞ് ചെല്ലണമെന്ന്. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, അവളോട് കുറച്ച് കാര്യം പറ. പോയേക്കുവാ, ഓട്ടോറിക്ഷ വിട്ട്. പോലെ നീ എവിടെയായിരുന്നേ? ഞാൻ അമ്മായിനെ കണ്ട് മുങ്ങിയതാ. ചുമ്മാ ചോദിച്ചില്ല അമ്മായി. എന്നെ കണ്ടോ അപ്പ പറയും അടുത്ത നീയാ നിന്നെ കല്യാണം കഴിപ്പിക്കണം. അമ്മായി അത്ര ചൊറിച്ചിലൊന്നും അല്ല. അമ്മായിയുടെ മോളുടെ വീടില്ലേ റാന്നിയില്, അവിടെ ചെല്ലുന്ന ഭയങ്കര നിർബന്ധമായിരുന്നു. അതെന്നാന്നറിയാമോ? ഇവിടെ അമ്മായിയപ്പനെ കിടപ്പിലായിട്ട് കുറച്ച് നാളായി. അവക്കാണെങ്കിൽ ഭർത്താവിൻ്റെ അടുക്ക പോകാനും പറ്റുന്നില്ല. മോളങ്ങോട്ട് ചെന്ന കാര്യത്തിനൊരു തീരുമാനമാണല്ലോ. മനുഷ്യ, വേനക്ക് പോലും കരിയാത്ത കരിവേപ്പില ഈ മഴയത്ത് കരിഞ്ഞു നിൽക്കുന്നു. ഇതുവരെ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഈ വീട്ടില്? നീ വല്ല കലക്കി ഒഴിച്ചോ? ഞാനൊന്നും കലക്കി ഒഴിച്ചിട്ടൊന്നുമില്ല. കണ്ടതല്ലേ വലതുകാലം വെച്ച് കയറിയപ്പോ എന്നാ നടന്നേന്ന്. അപ്പോൾ അവള് തൊട്ടാ എൻ്റെ ജാതിക്ക ഉണങ്ങും. എന്നാ ഇത്ര ആലോചന? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, ഇതുവരെ കമ്പനിയാണെങ്കിൽ വിളിക്കുന്നുമില്ല. മാത്രമല്ല, നാട്ടുകാരെല്ലാം ചോദിച്ചു തുടങ്ങി, കല്യാണം കഴിഞ്ഞ് നീ തിരിച്ചു പോകുന്നില്ലേ? പക്ഷെ ആ പെണ്ണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നേ? എടി, അവള് ഫോൺ എടുക്കാത്തതിന് നീ എന്നോട് എന്തിനാടി രക്ഷപ്പെടുന്നേ? ഓ പിന്നെ നമ്മൾ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചെലവിലൊന്നും അല്ലല്ലോ കഴിയുന്നത്. പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. അതിനെന്റെ ഗോൾഡൊക്കെ ഇല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഓരോ കാര്യം ഓർത്തിട്ട് ആദ്യം കയറിയിട്ട് വയ്യ. പെങ്കൊച്ചിന്റെ കല്യാണമാണെങ്കിൽ നടക്കുന്നുമില്ല. ചെറുക്കനാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഗൾഫിൽ നിന്ന് എത്ര പ്രാവശ്യം പോയി വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അവന് പോകാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൊച്ചിനില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ടകശനിയാ. ആടി, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്കും കണ്ടകശനിയാ. അല്ല, ബിസിനസ് എന്ന് പറയുമ്പോൾ നീ എന്ത് ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്? നീ എന്ത് നോക്കുന്നത്? എന്നിട്ട് പിന്നെ ഏതോ പറഞ്ഞു സിദ്ധു സോന പറഞ്ഞറിയാം. വെറുതെ ക്ലാസ്സിൽ നിന്ന് ബോർഡിച്ചപ്പോൾ കറങ്ങിറങ്ങിയതാണ്. ആരുടെയാ ഓട്ടക്കാരൻ? അവൻ എൻ്റെ ഫ്രണ്ടാ ചാച്ചാ. നിനക്ക് ബോറടിച്ചപ്പം കറങ്ങാൻ കൊണ്ടുപോകാൻ അവൻ ആരടി? എവിടെയാടി അവൻ്റെ വീട്? ഇവിടെ അടുത്തോ? നീ വീട്ടിലോട്ട് വാ കേട്ടോ, ശരിയാക്കി തരാം. നിങ്ങൾ എന്തിനാ ആവശ്യമായി പേടിപ്പിക്കുന്നേ? വാ. അയ്യോ, ഞാൻ എന്നതാണ് ഈ കേൾക്കുന്നത്? നീ എന്നതാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ഇനി നാട്ടുകാരോട് വീട്ടുകാരോടൊക്കെ എന്നാ ഞാൻ പറയും? നിനക്ക് എന്നാത്തിന്റെ നോക്കേടാ? ഏതവനാടി അത്? അലമ്പാതി നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ടാണോ? എന്റെ കർത്താവേ, എന്റെ കുടുംബം നശിച്ചു, എന്റെ കുടുംബം നശിച്ചു. എന്റെ മുന്നേ ഒന്നും ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്റെ കുടുംബത്ത്. ആഹാ, അത് നൈസായിട്ട് അമ്മ എന്റെ തലയിലോട്ട് വെക്കണോ? നിങ്ങൾ പ്രേമം തുടങ്ങിയിട്ട് എത്ര നാളായി? ഒന്നാം ക്ലാസ് തുടങ്ങിയതാന്ന് എനിക്ക് തോന്നുന്നത്. ഈ എന്റെ അമ്മയൊന്ന് പോവാൻ ചുമ്മാ പറ. ഈ ചായ അവനെ വിളിച്ചിട്ട് നമ്മളെല്ലാവരും വീട്ടിലോട്ട് കാണാൻ വരുവാന്ന് പറ. നമുക്ക് എല്ലാവർക്കും പോയി കാണാം.
ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത് സേഫ് അല്ല, ഈ ടയറും പോവും. ആണി കയറിയാന്നോ തോന്നുന്നത്. അടുത്ത പഞ്ചർ കട എവിടെയാന്ന് നോക്ക്. ഒന്നും കാണുന്നില്ല, ആവശ്യമുള്ള പറഞ്ഞ കാണത്ത്. ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയാലോടാ? വേണ്ടമ്മേ, ഇപ്പം മൊബൈൽ പഞ്ചറുകാരനെ വിളിച്ചിട്ടുണ്ട്, അപ്പം അയാളിപ്പം വരും. ഞാൻ അന്നേരം പറഞ്ഞതാ ഞാനും പപ്പായും കൂടി പോയിക്കോളാന്ന്. ഇപ്പൊ കണ്ടല്ലോ, ഞാൻ പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും വലിയ പ്രശ്നം. കേറുക കയറുവാ കയറുവാ മോളെ. മോളെന്താ കയറിയോ? പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നല്ല ചൂടല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ ആയി. മക്കള്, ഭാര്യ. മോൻ ഒരാളല്ലേ? ആണായിട്ട് ഇവനേ ഉള്ളൂ, മോളുണ്ട് കെട്ടിച്ച് ദുബായിൽ. എന്നാൽ പിന്നെ ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. ഇപ്പം ഇങ്ങോട്ട് മാറി. തലയിരിക്കുമ്പോൾ വാലാടുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും പിള്ളേരുടെ കാര്യമല്ലേ. അപ്പം ഇന്നലെ മുതലേ എനിക്ക് ഭയങ്കര മനപ്രയാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനെപ്പറ്റി ആലോചിച്ചപ്പം. ഇന്നായാലും കണ്ടല്ലോ, അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഞാൻ എന്ത് പറയാം? അങ്കിളെ ആൻറ്റി, ഞാനും ഇപ്പോൾ തലയിരിക്കുമ്പോൾ വാലാടിയെന്ന് വേണ്ട. കാര്യം ഇപ്പോൾ ഈ കറണ്ട് പോയെന്ന് ഓർത്തിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ മഴയും ഇടിവെട്ടൊക്കെ ഉള്ള സമയമല്ലേ. ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മളിവിടെ കറണ്ട് പോയത് വരെ അല്ലെങ്കിൽ അറിയാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്താണോ ഇന്നലെ തൊട്ടേ മനപ്രയാസമാണെന്ന് പറഞ്ഞതും, ഒരു പുതിയ കാര്യം നടക്കുന്നു, ഇവർ പ്രേമിക്കുന്നു, ഇവരുടെ കാര്യങ്ങൾ എന്താണെന്നറിയില്ല, ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വേവലാതിയും അങ്കലാപ്പും ഒക്കെ ആണല്ലോ. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ മോശം വിചാരിക്കേണ്ട കാര്യമോ ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഒന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കാണെങ്കിൽ തന്നെ ടയർ ഒന്ന് പഞ്ചറായി. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇതൊക്കെ ഒരു അപശകുനമാണെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. വണ്ടിക്ക് വേറെന്തോ വലുത് വരായിരുന്നത് ദൈവം ഇങ്ങനെ കാണിച്ചു, അത് മാറ്റി വിട്ടു എന്നൊക്കെ ഞങ്ങൾ കരുതിയുള്ളൂ. ഇതിപ്പോൾ ഇവരുടെ ജീവിതമല്ലേ, ഇവർ ജീവിക്കട്ടെ, ഇത് നടക്കട്ടെ. ഇപ്പോഴേ എന്തിനാ വലിയ മുൻവിധിയോടെ എല്ലാം കാണുന്നത്, ജീവിക്കട്ടെ. എന്നാ പിന്നെ അവരിഷ്ടത്തിന് ജീവിക്കട്ടെ അല്ലേ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് അത്യാവശ്യമാണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളെല്ലാം കമ്പയർ ചെയ്ത് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. വാഴത്തണ്ട് പോലെ ആയില്ലേ, നിങ്ങൾ എങ്ങോട്ടേ പറക്കുന്ന കളവാ? അമ്മയല്ലേ ഇതെല്ലാം സൂക്ഷിക്കേണ്ടത്. പപ്പ ഓൾറെഡി വരും. 500 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. അയ്യോ, എന്റെ അമ്മച്ചി പോയേ. അപ്പൊ ഇവിടെ ഒറ്റയടിക്ക് വേറൊരാൾ കണ്ടു കളയും. കരച്ചിൽ കണ്ടാ തോന്നും ഈ അമ്മച്ചി മരിച്ച പിന്നെ നിങ്ങക്ക് ഇങ്ങനെ വിരുന്നല്ലേ
ചേച്ചി എന്റെ പിള്ളേര് വരുന്നു കേട്ടോ. ആ ഓക്കെ ആര് വരുവേ? പിന്നെ എനിക്ക് വയ്യ നിൽക്കാൻ. അത്ര നേരം ഇനി അവൻ പറയണം. ആ ഓക്കെ ശരി ഇരുന്നിരുന്നോ. അതല്ലേ എഴുതാനിട്ടിരുന്നു. മിഠായിരിക്കും ഒന്നും പിന്നെ. എനിക്ക് ചായ എടുക്കാം. നീ കട്ട് ചെയ്തായിരുന്നോ? ഓക്കെ പോലെ പോലെ